രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ എല്ലാം നീളത്തിൻ്റെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവയുടെ കോണുകളുടെ പ്രത്യേകത എന്തായിരിക്കും? നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. വശങ്ങളുടെ നീളങ്ങൾ ഒരേ തോതിലാകുന്ന മട്ടിൽ നമുക്ക് ഒരു ചെറിയ ത്രികോണവും ഒരു വലിയ ത്രികോണവും പരിഗണിക്കാം. ഉദാഹരണമായി ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും എടുക്കാം. എ ബി സിയുടെ വശങ്ങൾ എ ബി 10 സെൻറ്റിമീറ്ററും ബി സി 8 സെൻറ്റിമീറ്ററും എ സി 4 സെൻറ്റിമീറ്ററും ആയിക്കൊള്ളട്ടെ. പി ക്യു ആറിൻ്റെ പി ക്യു എന്ന വശം 15 സെൻറ്റിമീറ്ററും ക്യു ആർ 12 സെൻറ്റിമീറ്ററും പി ആർ 6 സെൻറ്റിമീറ്ററും ആയിക്കൊള്ളട്ടെ. നമുക്കിനി വലിയ ത്രികോണത്തിൻ്റെ ക്യു എന്ന മൂലയിൽ പി ക്യു എന്ന വശത്ത് 10 സെൻറ്റിമീറ്ററും ക്യു ആർ എന്ന വശത്തിൽ 8 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ ചെറിയ രണ്ട് ചാപങ്ങൾ അടയാളപ്പെടുത്തി അവ യോജിപ്പിച്ച് നമുക്കൊരു വര വരയ്ക്കാം. ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയെ നമുക്ക് ഇ ഡി എന്ന് പേര് നൽകാം. ഇപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ഉള്ളിൽ ക്യു എന്ന മൂലയിൽ ചേർന്നിരിക്കത്തക്ക മട്ടിൽ ഒരു ചെറിയ ത്രികോണം ഉണ്ടായി എന്നർത്ഥം. ഇ ക്യു ഡി എന്ന ത്രികോണം. ഇവിടെ നമുക്ക് ആദ്യം പിയുടെ നീളമൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. പിയുടെ നീളം എത്രയായിരിക്കും? 15-ൽ നിന്നും 10 കുറച്ചാൽ കിട്ടുന്ന 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പിയുടെയും ഇ ക്യുയുടെയും അംശബന്ധം എന്തായിരിക്കും? അത് 5:10 ആയിരിക്കുമല്ലോ, അഥവാ 1:2. അഥവാ പിയുടെ നീളം ഇ ക്യുവിൻ്റെ നീളത്തിൻ്റെ പകുതിയാണെന്നർത്ഥം. ഇനി നമുക്ക് മുകളിൽ ആർ ഡി എന്ന വശത്തിൻ്റെ നീളമൊന്ന് പരിശോധിക്കാം. അതെത്രയാണ്? 12-ൽ നിന്നും 8 കുറച്ചാൽ കിട്ടുന്ന 4 സെൻറ്റിമീറ്റർ. എങ്കിൽ ആർ ഡി ഈസ് ടു ക്യു ഡി എത്രയായിരിക്കും? 4:8 അഥവാ 1:2. ആർ ഡി ക്യു ഡിയുടെ പകുതിയാണ് എന്നർത്ഥം. എങ്കിൽ ഇ ഡി എന്ന വശം പി ആർ എന്ന വശത്തിന് സമാന്തരമാണോ? ആണല്ലോ. എന്തുകൊണ്ട്? വശങ്ങളുടെ മാറ്റത്തിൻ്റെ തോത് ഒരേപോലെയാണ്. അതുകൊണ്ടാണ്. വശങ്ങൾ മാറുന്നത് ഒരേ അംശബന്ധത്തിലാണ്. ഇ ഡി പി ആറിന് സമാന്തരമാണെങ്കിൽ ത്രികോണം പി ക്യു ആറിലെയും ത്രികോണം ഇ ക്യു ഡിയുടെയും കോണുകളും പരസ്പരം തുല്യമാണെന്നർത്ഥം. അഥവാ പി എന്ന മൂലയിലെ കോണും ഇ ക്യു ഡി എന്ന ത്രികോണത്തിൻ്റെ ഇ എന്ന മൂലയിലെ കോണും തുല്യമാണ്. അതുപോലെ ആർ എന്ന മൂലയിലെ കോണ് ഇ ക്യു ഡി എന്ന ത്രികോണത്തിൻ്റെ ഡി എന്ന മൂലയിലെ കോണിനോട് തുല്യമാണ്. ക്യു എന്ന കോണ് പരസ്പരം രണ്ട് ത്രികോണത്തിലും തുല്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ത്രികോണം പി ക്യു ആറിൻ്റെ കോണുകൾ ത്രികോണം ഇ ക്യു ഡിയുടെ കോണുകളോട് തുല്യമാണ് എന്നർത്ഥം. എങ്കിൽ ഇ ഡി എന്ന വശം പി ആർ എന്ന വശത്തിൻ്റെ
എത്ര ഭാഗമായിരിക്കും? നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇ ക്യു എന്ന വശം പി ക്യു എന്ന വശത്തിൻ്റെ 2/3 ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇ ഡി എന്ന വശം പി ആർ എന്ന വശത്തിൻ്റെയും 2/3 ഭാഗം തന്നെ ആയിരിക്കും. അഥവാ ഇ ഡി നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ ത്രികോണം ഡി ഇ ക്യൂവിൻ്റെയും ത്രികോണം എ സി ബിയുടെയും കോണുകളെല്ലാം തുല്യമാണ്, വശങ്ങളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ത്രികോണം എ ബി സിയുടെയും ത്രികോണം പി ക്യു ആറിൻ്റെയും കോണുകളും തുല്യമായി. 2 ത്രികോണങ്ങളുടെ വശങ്ങളുടെ എല്ലാം നീളങ്ങളുടെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവയ്ക്ക് ഒരേ കോണുകളാണ്.